ഹേ ഗൈസ്, ദിസ് ഈസ് സിൽസില വിത്ത് അവർ എൻ്റെ സൂപ്പർ ഫ്രഷ് ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്താണ് സൗദിയിൽ നിന്ന്. സോ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തതാണ്, ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ. അപ്പം ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൽ നോർമലി ഗിഫ്റ്റ് റാപ്പ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അതൊരു ഭയങ്കര ബോറല്ലെന്ന് വെച്ചിട്ട് ഞാനതാ ജസ്റ്റ് ഇങ്ങനെ ഒരു അവിടെ അടങ്ങിയിരിക്കും, ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക ബോക്സ് മേടിച്ച്. ഇതാകുമ്പോൾ നമുക്ക് റീയൂസും ചെയ്യാം, അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാൻ വെറുതെ. എന്നിട്ട് നമുക്ക് അവന് കൊടുക്കുമ്പോൾ ഉള്ളൊരു സർപ്രൈസ് എങ്ങനെയാണ് അവൻ സർപ്രൈസ്ഡ് ആവുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിന്ന് ഇത് ജസ്റ്റ് എല്ലാം വാങ്ങി വെച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് സെറ്റ് ഇതൊന്ന് ഓപ്പണൊക്കെ ചെയ്ത് നോക്കിയെന്നല്ലാണ്ട് ഒന്നും കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തില്ല. അപ്പം ഞാനിത് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ ആദ്യം. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പ്രകാരം ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ ബോക്സ് ഡിവൈഡ് ചെയ്യാനുള്ളതാണ് ഇത്. പക്ഷെ ഞാനൊരു 2 തട്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് 2 ഡിവിഷൻ ആക്കിയിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ അളവിലൊരു കാർഡ്ബോർഡ് എക്സ്ട്രാ മുറിച്ചെടുത്തിട്ട് അത് അടിയിൽ വെച്ചിട്ട് അതിൽ ഇച്ചിരി ഗിഫ്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ബോർഡ് വെച്ചിട്ട് അങ്ങനെ 2 ഡിവിഷൻ ആക്കാനുള്ള പ്ലാനിലാണ്. ആദ്യം ഞാനിതിൽ ഈ ടീഷർട്ടാണ് കേട്ടോ വെക്കണത്. ഓക്കെ, അതിന് ശേഷം ഒരു പെയർ സോക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചൂസ് ചെയ്ത കളർ ഇതാണ് കേട്ടോ. പിന്നെ ഒരു ബാഗാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതവന് നല്ല യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വാങ്ങിയ എല്ലാ സാധനങ്ങളും അവന് യൂസ് ആവാൻ സാധ്യതയുള്ള സാധനങ്ങൾ നോക്കിയിട്ടാട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, ഞാൻ പറയണമെന്നില്ല. സൈലൻറ്റ് പേഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ അത്യാവശ്യം റീഡ് ചെയ്യുന്ന കൂട്ടത്തിൽ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുക്കും കൂടി ചൂസ് ചെയ്തത്. പിന്നെ ഒരു വാലറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിലൊക്കെ വരുന്ന ഒരു ഡയറിയാണ് കേട്ടോ മേടിച്ചത്. ഡയറി എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, പ്ലെയിൻ പേപ്പേഴ്സാണ്, പേജുകളാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതായത് ഡേറ്റും കാര്യങ്ങളൊന്നുമുള്ള നോർമൽ ഡയറി പോലെയല്ല, ഉള്ളിലിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറുകളാണ് വരുന്നത്. പക്ഷെ അവന് ഒത്തിരി ഇഷ്ടമാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ മേടിച്ചാട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഇത് മൂന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു, ഒന്നൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തു കേട്ടോ. അതായത് ഈ പേഴ്സും വാലറ്റും പിന്നെ ഡയറിയും അതുപോലെ സൈലൻറ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞ ബുക്കും അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ വെക്കാതെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മുകളിൽ മറ്റേ അടുത്ത നമ്മളെ ഡിവിഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ 2 കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനൊരു കാർഡ് ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഹാപ്പി ആനിവേഴ്സറീൻ്റെ ഒരു കാർഡ് കണ്ടപ്പോൾ ഞാൻ അതും കൂടി എടുത്തു. ഇവൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി. പക്ഷേ ഞാനിത് ആനിവേഴ്സറി ഗിഫ്റ്റ് അല്ല ശരിക്കും അവന് കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു വെൽക്കം ഗിഫ്റ്റാണ്. ആനിവേഴ്സറിക്ക് ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹാപ്പി ആനിവേഴ്സറി എന്ന് അവിടെ കണ്ടപ്പം ഒരു കാർഡ് കണ്ടപ്പോൾ ഓക്കെ ഇതിൻ്റെ കൂടെയും കൂടി അതൊന്ന് വിഷ് ചെയ്യാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ആ ഒരു കാർഡും കൂടി ഞാൻ ഇൻ അഡ്വാൻസ് ഒന്നും കൂടി ചേർത്തിട്ട്, കാരണം ആനിവേഴ്സറിൻ്റെ മുന്നേ ആണല്ലോ അത് കൊടുക്കുന്നത്, ഇൻ അഡ്വാൻസ് ഒന്നും കൂടി ചേർത്തിട്ട് അങ്ങ് വെച്ചു. ആ ബാഗിൽ 2 സൈഡിലായിട്ട് അത് വെക്കുകയാണ്. മറ്റേ കാർഡിലും ഞാനൊരു റൈറ്റിങ്സ് എഴുതി വെക്കുക ചെയ്ത്, അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതങ്ങനെ പേഴ്സണലായിട്ടൊന്നും ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, ഒരു പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ബൈ പറയുകയാണ്, തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ബൈ പറയുകയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.